ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്ന് ബുധനാഴ്ചയാണ്, നമ്മുടെ കമൻറ്റ് സെക്ഷൻ്റെ ദിവസമാണ്. കുറച്ചേറെ കമൻറ്റ്സ് ഞാൻ സെലക്ട് ചെയ്ത് പറയുന്നുണ്ട്. ഏതായാലും അടുത്തൊരു കമൻറ്റ് സെക്ഷൻ നമുക്ക് കുറച്ച് ലെങ്തി ആവും. ഈ ഒരു കമൻറ്റ് സെക്ഷൻ എനിക്ക് കുറച്ചൊന്ന് ചുരുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഏതായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സമയം കളയണ്ട. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രോ, പുതിയ ഒരു ബൈക്ക് എടുക്കുമ്പോൾ ഡീലർ പറയുന്ന എത്ര കിലോമീറ്റർ വണ്ടി എത്ര RPM ഓടിക്കണം എന്നതുപോലെ പുതിയ കാർ എടുക്കുമ്പോൾ അതുപോലെ തന്നെയാണോ? ഒരു വീഡിയോ ചെയ്യാമോ? 100%. നമ്മളൊരു പുതിയ ബൈക്ക് എടുക്കുന്ന സമയത്താണെങ്കിലും പുതിയ കാർ എടുക്കുന്ന സമയത്താണെങ്കിലും നമുക്കൊരു ഏകദേശം നിശ്ചിത സ്പീഡ്, നിശ്ചിത ഒരു RPMത്തിനകത്ത് ഓടിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് കിട്ടുന്ന വാഹനം നല്ല രീതിക്ക് റവ് ചെയ്തൊരു വാഹനം തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അഥവാ നല്ല രീതിക്ക് RPM ഒക്കെ കയറ്റി നല്ല സ്പീഡിലൊക്കെ ഓടിച്ചൊരു വാഹനം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അവർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ്. നമ്മൾ എടുക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല? അല്ലെങ്കിൽ ഒരു 500 കിലോമീറ്റർ വരെയെങ്കിലും ഒരു 80 കിലോമീറ്റർ സ്പീഡ്, ഒരു 4000 RPMത്തിനകത്തൊക്കെ നിൽക്കണമെന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. എഞ്ചിൻ കമ്പോണൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം ഒരുപാട് പാർട്സുകൾ കൂടുന്നതാണ് ഒരു എഞ്ചിൻ എന്ന് പറയുന്നത്. ഈ എഞ്ചിൻ ഒന്ന് സെറ്റായി വരാൻ വേണ്ടി, അതായത് ഒന്ന് സെറ്റാകാൻ എടുക്കുന്ന ഒരു താമസം, അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിനാണ് നമ്മൾ ഏറെക്കുറെ നമ്മളൊരു സെറ്റ് ആകാനുള്ള ഒരു ടൈം എന്ന് പറയുന്നത്. അഥവാ നമ്മൾ വാഹനം ഓടിച്ചൊരു ഏകദേശം ഈ ഒരു സ്പീഡിനകത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാര്യം. ആദ്യത്തെ ഒരു 500 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏത് സ്പീഡിൽ വേണം നിങ്ങളുടെ വാഹനം ഓടിക്കാനും RPM ആണെങ്കിലും എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് റവ് ചെയ്യാനും സാധിക്കും. ഒരു ഇഷ്യൂവും വരുന്നില്ല. അടുത്തത്, ഹലോ രാകേഷ് ജി, ഗുഡ് ആഫ്റ്റർനൂൺ. ഐ ആം രജനീഷ് കുമാർ നായർ ഫ്രം പാലക്കാട്. ഐ ഹാവ് എ ക്വസ്റ്റ്യൻ അബൌട്ട് ദ കറണ്ട് വീഡിയോ. അതായത് ഞാനൊരു ഹെഡ്ലൈറ്റിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂയുടെ കാര്യം, അതായത് ഒരു ഹാലജൻ ഹെഡ്ലൈറ്റും ഒരു LED ഹെഡ്ലൈറ്റിൻ്റെയും ഹീറ്റ് വ്യത്യാസം ഉണ്ടെന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് വന്നതാണ്. ഐ ഹാവ് എ ഓൾട്ടോ K10 VXI 2016 model car which has a 1655 watts halogen bulb H4 type. If I upgrade to 50 watts Osram LED bulb which has a 4300K lumen output. ഇത് ശരിക്കും 4300 എന്ന് ഉദ്ദേശിക്കുന്ന കെൽവിൻ അഥവാ അതിൻ്റെ കളർ മാത്രമാണ്. ലൂമൻ വേറെയാണ്. ലൂമൻ സെപ്പറേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ലൂമൻ എന്ന് ഉദ്ദേശിക്കുന്ന വെട്ടമാണ്. ലൂമൻ ഔട്ട്പുട്ട്. ആഫ്റ്റർ ഇൻസ്റ്റലേഷൻ വിൽ ഐ ഹാവ് ടു recheck my car's electrical wiring to check if any fault is there after fitting LED bulb. Please do a video. 100%. നമ്മൾ ഒരു കാരണവശാലും ഇതുപോലൊരു LED ബൾബ് ഫിറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വേറെ വയറിങ് ചെക്ക് ചെയ്യാനോ കാര്യങ്ങൾക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല. പിന്നെ ഇത് ജസ്റ്റ് 50 വാട്ട്സ് ആണ്. ഈ ഒസറാം അപ്ഗ്രേഡ് ചെയ്ത് വരുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒസറാമിൻ്റെ ഒരു കുഴപ്പം, പണ്ടൊക്കെ ആ ഒരു സെനേറിയോയിൽ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സെനേറിയോയിൽ ഞാനത് ഓക്കെയാന്ന് പറയത്തില്ല. കാരണം അതിലും നല്ല വെട്ടം കൂടി ഒരുപാട് മോഡൽസ്, ഇപ്പം മോക്കോ ആണെങ്കിലും ക്രോസ് ലിങ്ക് വീൽസ് ആണെങ്കിലും നാവോ യു ആണെങ്കിലും ഒരുപാട് മോഡൽസ് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. നല്ല രീതിക്ക് ലൂമനും വാട്ട്സും ഉള്ള വാട്ട്സ്, പക്ഷേ ഒരുപാട് വാട്ട്സ് കൂടി എടുക്കരുത്, അത് പണി കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ലൂമനും നോക്കുകയും വേണം, വാട്ട്സും നോക്കണം. ഇത് രണ്ടും നോക്കി നല്ലൊരു ബഡ്ജറ്റിനകത്ത് നിൽക്കുന്ന ഒരു ഹെഡ്ലൈറ്റ് എടുക്കാൻ ശ്രമിക്കുക. പക്ഷേ ലൂമനൊക്കെ വെറുതെ എഴുതിയ മോഡൽസ് ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുമാതിരി ഒരു എന്നാ പറയുന്നത്, ഒരു ലോക്കൽ ബ്രാൻഡ്സ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അതിലോട്ട് ചെന്ന് വീഴാതിരിക്കാൻ ശ്രമിക്കുക. 10,000 രൂപയൊക്കെ മുടക്കി നിങ്ങൾ മേടിച്ച് ചെയ്യേണ്ട ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെ ചെന്ന് ചാടി വീഴാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ സജസ്റ്റ് ചെയ്യും. റൂഫ് സ്പോയിലർ ആൻഡ് റൂഫ് റെയിൽസ് പ്രോസ് ആൻഡ് കോസ് വീഡിയോ ചെയ്യാമോ? മിക്കവാറും ഇത് ഫിറ്റിങ്ങിൽ വരുന്നത് കൊണ്ട് ഡ്രില്ലിങ് ചെയ്താണ് പിടിപ്പിക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷം ആ ഭാഗത്ത് വെള്ളം ഇരുന്ന് റസ്റ്റ് കാണാറുണ്ട്. റെയിൽസ് സ്പോയിലർ ഒരു വാഹനത്തിന് അത്യാവശ്യമാണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ഫിറ്റ് ചെയ്യുന്നത്, റെയിൽസ് ഫിറ്റ് ചെയ്യുന്ന, റൂഫ് റെയിൽസ് ഫിറ്റ് ചെയ്യുന്ന ഒരു അത്യാവശ്യ കാര്യമൊന്നുമല്ല. പിന്നെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റൈലിംഗ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ലുക്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അതായത് ഒരു സ്പോയിലർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ലുക്ക് എൻറ്റയർലി മാറുന്നൊരു ഫീൽ നമുക്ക് കിട്ടാറുണ്ട്. ശരിയാണ്. പിന്നെ ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡ്രില്ല് ചെയ്താണ് പിടിപ്പിക്കുന്നത്. സ്പോയിലറൊക്കെ പിടിപ്പിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഡബിൾ സൈഡ് സ്റ്റിക്കറിൽ നമുക്ക് ഒട്ടിക്കാൻ സാധിക്കത്തില്ല. കാരണം അത്യാവശ്യം വെയിറ്റ് വരുന്ന ഒരു ഭാഗമാണ്. ആരെങ്കിലുമൊക്കെ കൈവച്ച് തട്ടുകയോ പിടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പറഞ്ഞു പോരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കുന്നത്. കൃത്യമായിട്ടുള്ള രീതിക്കാണ് ഇത് ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു കുഴപ്പവും വരത്തില്ല. പക്ഷേ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് കിട്ടുന്ന പ്രോഡക്ട്സ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള രീതിയിലല്ല ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ഹോൾ ഇട്ടു, നല്ല കുഴപ്പമില്ല, ഹോൾ ഇട്ട് അത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ വാഷർ, അതായത് റബ്ബർ വാഷറും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇട്ടാണ് ടൈറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും വെള്ളം ഇറങ്ങുമോ റസ്റ്റ് ആവുമോ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. പക്ഷെ പലരും ചെയ്യുന്ന എന്താണ്, ഡ്രില്ല് ചെയ്യും, നേരെ വെച്ചങ്ങ് പിടിപ്പിക്കും. ആ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ എന്തെങ്കിലും ഒരു കാരണവശാലും ആരും ചെയ്യത്തില്ല. എന്നാൽ 100 പേരിലെടുത്താൽ ഒരാൾ ചെയ്യാൻ സാധ്യതയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രില്ല് ചെയ്ത പോർഷൻ, അതായത് അത്രയും പെയിന്റ് പോയ പോർഷനിൽ എന്തെങ്കിലും ഒരു പെയിന്റ്, നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പെയിന്റ് ഒന്ന് ചുമ്മാ തൂത്തേച്ചും ഒരു റബ്ബർ വാഷർ വെച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവിടെ തുരുമ്പെടുക്കില്ല. 100% ഉറപ്പാണ്.
ഇങ്ങനെ ചെയ്യാത്ത പക്ഷമാണ് ഇതിനകത്ത് വെള്ളം ഇറങ്ങി പ്രശ്നം വരുന്നത്. റൂഫ് റെയിൽസ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷോ മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡബിൾ സൈഡ് സ്റ്റിക്കറിൽ നമുക്ക് ഒട്ടിക്കാൻ സാധിക്കും. റൂഫ് റെയിൽസിൽ നമ്മൾ വേറെ ഒന്നും അഡീഷണൽ വെക്കാൻ പ്ലാൻ ചെയ്യുന്നില്ലെങ്കിൽ, അഥവാ നിങ്ങൾ വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഫിറ്റ്മെന്റ് ആയിരിക്കണം. പക്ഷേ മറക്കരുത്, വെള്ളം ലീക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് റൂഫ് റെയിൽ പ്രോപ്പറായിട്ടല്ല നിങ്ങൾ ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ. അപ്പം ആ ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിച്ച് വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നും വരത്തില്ല. കൃത്യമായിട്ട് ചെയ്യാത്ത വാഹനങ്ങൾക്കാണ് ഈ പറഞ്ഞ പോലെ തുരുമ്പെടുക്കാനും വെള്ളം ഇറങ്ങാനും ഒക്കെ ഉള്ള ചാൻസസ് കൂടുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഫിറ്റ് ചെയ്യുന്ന കാര്യം പ്രോപ്പറായിട്ടുള്ള ഫിറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ പേടിക്കേണ്ട കാര്യമില്ല. ഫിറ്റ് ചെയ്യാൻ പോകുന്ന കസ്റ്റമർ, അതായത് ഇപ്പം നിങ്ങൾ ഈ സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫിറ്റ് ചെയ്യാൻ കൊണ്ട് കൊടുക്കുന്ന സ്ഥലത്ത് വളരെ വ്യക്തമായിട്ട് അവരോട് പറയണം, വൃത്തിയായിട്ടുള്ള രീതിയിൽ സമയമെടുത്ത് പിടിപ്പിച്ചാൽ മതി. ചെയ്യുന്ന നിങ്ങൾ കണ്ട് വെയിറ്റ് ചെയ്തിരുന്ന് കാണുകയാണെങ്കിലും കുഴപ്പമില്ല, അവർ വൃത്തിയായിട്ടാണ് ചെയ്യുന്നതെന്ന് കൺഫേം ആക്കി വാഹനം കൊണ്ടുവരുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തതിലോട്ട് പോകാം. ഹായ് രാകേഷ്, മൈ എക്സ്റ്റർ ഹാസ് ബീൻ പ്രൊവൈഡഡ് വിത്ത് പ്രൊജക്ടർ ഹാലജൻ. ഐ ഹാവ് റീപ്ലേസ്ഡ് ഇറ്റ് വിത്ത് LED. മൈ ക്വസ്റ്റ്യൻ ഈസ് വെദർ ദർ വുഡ് ബി എ ചെല്ലാൻ ഫോർ ചേഞ്ചിങ് ടു LED ആസ് ഐ സോ എ വീഡിയോ ഇൻ നോർത്ത് ഇന്ത്യ ദാറ്റ് എ ഡ്രൈവർ വാസ് ഫൈൻഡ് ₹5,000 ഫോർ ദിസ്. ക്യാൻ യു കമൻറ്റ് ഓൺ ദിസ്? ജോബി, കോട്ടയം. ശരിക്കും പറഞ്ഞാൽ LEDs ഫിറ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഓവറായിട്ടുള്ള ബ്രൈറ്റുള്ള LEDs ഫിറ്റ് ചെയ്യരുത് എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. പക്ഷേ അതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. പലപ്പോഴും പലരും LED ബൾബ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിറ്റ്മെൻറ്റ് രീതിയുടെ കുഴപ്പം. അതായത് ഇത് പക്ക, അതായത് ഡിം മോഡ് ഇട്ടാൽ പോലും മറ്റുള്ളവരുടെ കണ്ണിലോട്ട് അടിച്ചു കൊടുക്കുന്ന രീതിക്കുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിക്ക് ഫിറ്റ് ചെയ്യുന്ന ഹെഡ്ലൈറ്റ്സ് എല്ലാം പൊക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എന്നാൽ സാധാരണ രീതിയിൽ നോർമൽ ഡിമ്മ് മാത്രം യൂസ് ചെയ്യുന്ന വ്യക്തികളെ ഒന്നും അങ്ങനെ പിടിക്കില്ല. അതുമാത്രമല്ല, വെട്ടം കൂടിയ ബൾബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇത്, അതായത് ഒരു 60 വാട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു 100 വാട്ട്സ് വരെ LED നിങ്ങൾ സപ്പോർട്ട് ചെയ്താലോ 100 വാട്ട്സിനകത്ത് സപ്പോർട്ട് ചെയ്യും, വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുന്ന രീതിക്ക് ഹൈ ബീം അടിച്ചിട്ട് ഓടിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ ഫൈനൊക്കെ വരുന്നുള്ളൂ. അല്ലാത്ത പക്ഷം വലിയ ഇഷ്യൂസ് ഒന്നും വരാതെ തന്നെ നമുക്ക് ഓടിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി അതല്ല, നിങ്ങൾക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ മാറ്റി ഹാലജൻ ബൾബ് ഇടാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അടുത്തതിലോട്ട് പോകാം. വയറിംഗ് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, അതെന്താ പറയാഞ്ഞത്? ഇത് ഞാൻ ഹാലജൻ്റെയും LED ബൾബിൻ്റെ വ്യത്യാസത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, അതായത് ഹീറ്റിംഗ് ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വന്നതാണ്. നമ്മൾ വയറിംഗ് അപ്ഗ്രേഡ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. അപ്ഗ്രേഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. വയറിംഗ് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് ഒരുപാട് വാട്ട്സ് കൂടി ഇടുമ്പോഴാണ്. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മുടെ വാഹനത്തിൽ LED ഇടുകയാണെങ്കിൽ ഒരു 100 വാട്ട്സിന് താഴെ വരുന്ന ഒരു ബൾബ് യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല. ഓരോ ബൾബും 100 വാട്ട്സിന് താഴെ വരുന്നതാണെങ്കിൽ പ്രശ്നമൊന്നും വരുന്നില്ല, നമുക്ക് വയറിംഗ് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അടുത്തത്, ഹാർഡ്വെയർ കിറ്റ് യൂസ് ആക്കി കണക്ട് ചെയ്തെന്നിരിക്കട്ടെ, നമ്മൾ വീട്ടിൽ വണ്ടി പാർക്ക് ചെയ്യുന്ന ടൈമിൽ ക്യാമറയിൽ നിന്നും പവർ കേബിൾ ഊരിയിട്ടാൽ പോരെ, ബാറ്ററി പ്രോബ്ലം ഉണ്ടാകില്ലല്ലോ? 100%. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തൊരു ഡാഷ് ക്യാമിൻ്റെ വീഡിയോയ്ക്ക് വന്നിരിക്കുന്ന ഒരു കമൻറ്റാണ്. അതായത് ഹാർഡ്വെയർ കിറ്റ് ആഡ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ഹാർഡ്വെയർ കിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഇഗ്നീഷൻ ഓഫ് ചെയ്ത്, അഥവാ നമ്മുടെ വാഹനത്തിൻ്റെ കീ ഫുള്ളായിട്ട് ഓഫ് ചെയ്ത് കീ ഊരി എടുത്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ലൂപ്പ് റെക്കോർഡിംഗ് നടക്കുന്നുണ്ട്, അതായത് വാഹനം കണ്ടിന്യൂസ് റെക്കോർഡിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് ഓഫ് ചെയ്തിടാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അത് ഞാൻ ആ വീഡിയോയിൽ വ്യക്തമാക്കിയില്ല, ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ റെക്കോർഡിംഗ് ഓഫ് ചെയ്യാൻ വേണ്ടി, അഥവാ പാർക്കിംഗ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിന് എന്തെങ്കിലും ഇമ്പാക്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രം ഇത് റെക്കോർഡിങ് നടക്കത്തുള്ളൂ. ആ രീതിയിലോട്ട് നിങ്ങൾക്ക് ഇത് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ബാറ്ററി ഡ്രെയിനായി പോകത്തുമില്ല. ഇതുപോലെ ഊരിയിടേണ്ട കാര്യമില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹാർഡ്വെയർ കിറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം ഇത് ഊരിയിടാൻ വേണ്ടിയിട്ടല്ല. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ പാർക്ക് ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പുറത്ത് പാർക്ക് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള റെക്കോർഡിങ് പോരെ എന്ന് ചോദിച്ചാൽ കറക്റ്റ് കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ എത്ര നാൾ നിങ്ങൾ ഇട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഡ്രെയിനായി പോകത്തില്ല. പക്ഷേ എപ്പോഴും ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന മരത്തിൽ നിന്ന് വല്ലതൊക്കെ വീഴോ വല്ലതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി മാറ്റിയിട്ട് അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി മാറ്റി ഇട്ട് കഴിഞ്ഞാൽ മാത്രം ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് റെക്കോർഡിംഗ് നടക്കത്തുള്ളൂ. നല്ല ഇമ്പാക്റ്റ് വരുമ്പോൾ മാത്രം, അത് ഹൈ ഇട്ടാൽ മാത്രമേ ഉള്ളൂ നല്ല ഇമ്പാക്റ്റ് വരുമ്പോൾ കിട്ടത്തുള്ളൂ. ലോ ആണ് ഇട്ടിരിക്കുന്നത് ചെറിയൊരു ഇമ്പാക്റ്റ് ഒക്കെ, ഞാനൊക്കെ ജസ്റ്റ് ഇത് ഇവിടെ വന്നിട്ട് ചുമ്മാ അതിൻ്റെ ചെറിയൊരു തട്ട് കൊടുത്ത് അന്നേരം റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു രീതിക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അടുത്തത്, എൻ്റെ 1 month ആയി എടുത്ത വാഗണാറാണ്. കൂളിംഗ് ഉണ്ട്, പക്ഷേ AC ഓൺ ആക്കുമ്പോൾ ഉള്ള എന്നൊരു സൗണ്ട് 4 സെക്കൻഡ് കൊണ്ട് അത് പോകും.
ഈസ് ഇറ്റ് നോർമൽ? 100%. ഇതിപ്പോൾ ഏത് വർഷത്തെ വാഹനമാണെന്ന് പറഞ്ഞിട്ടില്ല, അതും കൂടെ പറയുകയാണെങ്കിൽ നല്ലതാണ്. എത്ര കിലോമീറ്റർ ഓടിയാന്നും കൂടെ പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കി എടുക്കാൻ സാധിക്കുമായിരുന്നു. ശരിക്കും ഈ പറയുന്ന ഒരു എ സിയുടെ എക്സ്പാൻഷൻ വാൽവിൻ്റെ സൗണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. എക്സ്പാൻഷൻ വാൽവിന് കംപ്ലൈൻറ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എ സിയുടെ ഗ്യാസ് കുറവുള്ളപ്പോഴാണ് സാധാരണ ഈ പറഞ്ഞ പ്രശ്നം കാണിക്കുന്നത്. പഴക്കം കൊണ്ട് ഈ സൗണ്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഏത് വർഷത്തെ വാഹനമാണെന്ന് ഞാൻ എടുത്ത് ചോദിച്ചത്. എ സിക്ക് തണുപ്പില്ല, വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പൊക്കോട്ടെ എന്നേ ഞാൻ പറയത്തുള്ളൂ. എന്നാലും എ സി ഗ്യാസ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. എ സി ഗ്യാസ് ചെക്ക് ചെയ്യേണ്ട രീതികളും നമുക്ക് നോർമലായിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ തന്നെ ഞാൻ അതിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി സ്വന്തമായിട്ടൊന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എ സി ഗ്യാസിൽ എന്തെങ്കിലും കുറവോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. അടുത്തതിലോട്ട് പോകാം. എൻ്റെ ഒരു സംശയം, ഡാഷ് ക്യാം ഒരു പവർ ബാങ്കുമായി കണക്ട് ചെയ്താൽ ഈ പ്രോബ്ലം ഒന്നും ഉണ്ടാകില്ലല്ലോ. പക്ഷെ അത് അത്രത്തോളം പ്രാക്ടിക്കൽ അല്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാഷ് ക്യാം നമ്മളൊരു പവർ ബാങ്കുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പവർ ബാങ്ക് പെട്ടെന്ന് പോകും. നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു സാധനം അല്ല ഈ പവർ ബാങ്ക്. ബാറ്ററിയാണ്, ലിഥിയം അയൺ ബാറ്ററിയാണ്. ഈ വാഹനമൊക്കെ നമ്മൾ ചിലപ്പം റോഡിലൊക്കെ കൊണ്ടിടുമ്പോൾ ഈ ചൂടെന്ന് പറഞ്ഞ ചെറിയ രീതിക്കുള്ള ഹീറ്റൊന്നുമല്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞൊരു ക്യാമറ, അതായത് ബോട്ട്സ് ലാബിൻ്റെ ക്യാമറ 70 ഡിഗ്രി വരെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതലൊക്കെ ആവണമെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്ന ഫംഗ്ഷൻ ഈ ഒരു ക്യാമറയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ പറയുന്നൊരു പവർ ബാങ്ക് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ സജസ്റ്റ് ചെയ്യും. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഒരു സജഷൻ മാത്രം പറഞ്ഞതേ ഉള്ളൂ. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. വളരെ നല്ലൊരു വീഡിയോ. എന്നാലും എൻ്റെ ഒരു അഭിപ്രായം, ഒരു മാസം ഇതുപോലെ വാഹനം ഉപയോഗിക്കാതെ വീട്ടിൽ വെച്ചാൽ ബാറ്ററി ചാർജ് തീരാൻ ചാൻസ് ഉണ്ട്. കാരണം ക്യാമറ വർക്ക് ചെയ്യാൻ ഒരു നിശ്ചിത പവർ ആവശ്യമാണല്ലോ. ഒരു മാസം ഒക്കെ വാഹനം എടുക്കാൻ സ്റ്റാർട്ട് ആകുന്നില്ല. 100%. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ഓൺ ആക്കി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഒരു മാസമൊക്കെ കഴിഞ്ഞ് വാഹനം എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ സ്റ്റാർട്ട് ആകില്ല, ബാറ്ററി ഡ്രെയിൻ ആയി പോകും. അതിനാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ഓഫ് ചെയ്തിട്ട് പാർക്കിംഗ് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് നിങ്ങളുടെ വാഹനത്തിൽ ഒരു ഇമ്പാക്റ്റ് വരുമ്പോൾ മാത്രം ഈ റെക്കോർഡിംഗ് നടക്കത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ ബാറ്ററി ഇറങ്ങി പോകുന്നുള്ളൊരു കാര്യത്തിൽ പേടിക്കണ്ട. ടിയാഗോ എൻജിൻ റൂം വാഷ് ചെയ്ത് ഈസിയം അടിച്ചു പോയ എൻ്റെ ചങ്ക് കണ്ടു. ഞാനൊരു എൻജിൻ റൂം വാഷിങ്ങിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻജിൻ റൂം വാഷിങ്ങിനെ കുറിച്ച്. അപ്പോൾ അതിന് വന്നിരിക്കുന്ന ഒരു കമൻറ്റാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ റൂം വാഷ് ചെയ്യാതെയൊക്കെ ഇരിക്കുന്ന ഒരു വാഹനമാണെന്ന് സങ്കല്പിക്കുക. അതായത് ചിലപ്പോൾ ഒരു 10 വർഷമായിട്ട് നിങ്ങളൊരു എൻജിൻ റൂം വാഷ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എൻജിൻ റൂം വാഷ് ചെയ്യരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻജിൻ റൂം വാഷ് ചെയ്യാം. ഞാൻ എൻ്റെ സെലീറിയോ എൻജിൻ റൂം വാഷ് ചെയ്യുന്ന വീഡിയോ വേണ്ട ഉടനെ അടുത്തത് വരുന്നുണ്ട്. അത് വിത്ത് ഫോം വാഷ് ആണ് ചെയ്യുന്നത്. ഹൈ പ്രഷർ വെച്ച് തന്നെ ഞാൻ വാഷ് ചെയ്യുന്നൊരു വീഡിയോ ഉടനെ വരും. നിങ്ങൾ ഏതായാലും വെയിറ്റ് ചെയ്തിരുന്നോളൂ. ഈ പറഞ്ഞ എല്ലാവർക്കും, അതായത് എൻജിൻ റൂം വാഷ് ചെയ്യത്തില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? ഇത് ഷോറൂമിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ നീറ്റായിട്ട് വാഷ് ചെയ്ത് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. ആകെപ്പാടെ വാഷ് ചെയ്യാൻ പാടില്ലാത്ത വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ EV വാഹനം വാഷ് ചെയ്യരുത്, പണി കിട്ടും. ഹൈബ്രിഡ് വാഹനങ്ങൾ അതും വാഷ് ചെയ്യരുത്. ബാക്കിയുള്ള വാഹനത്തിൻ്റെയൊക്കെ എൻജിൻ റൂം വാഷ് ചെയ്യാം. പക്ഷേ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് വളരെ വൃത്തിയായിട്ട് ഞാൻ ആ വീഡിയോ പറയുന്നുണ്ട്. വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ഉറപ്പായിട്ടും നിങ്ങളത് കണ്ടു നോക്കണം. അതിലോട്ട് പോകാം. നമ്മൾ ഒരു പുതിയ വാഹനം വാങ്ങിയ ശേഷം അത് മറ്റൊരാൾക്ക് കൈമാറുകയും പിന്നീട് പുതിയതോ സെക്കൻഡോ ആയ ഒരു വാഹനം എടുക്കുകയാണെങ്കിൽ നിലവിലുള്ള ഫിനാൻസ് ഇടപാടുകൾ എങ്ങനെ സോൾവ് ചെയ്യാൻ കഴിയും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വാഹനം വാങ്ങി അത് വേറൊരാൾക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേറൊരാളുടെ പേരിലോട്ട് വാഹനം മാറുകയാണെന്നുണ്ട്, അല്ലെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ പുറത്തുള്ള ഹൈപ്പോത്തിക്കേഷൻ അഥവാ നിങ്ങൾ ലോൺ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഹൈപ്പോത്തിക്കേഷൻ മാറ്റാതെ ഒരിക്കലും പേര് മാറാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് വാങ്ങുന്നയാൾ ഒന്നെങ്കിൽ ഇത് ഫുൾ അടച്ചു തീർക്കുക, അല്ലെങ്കിൽ നമ്മുടെ പേരിൽ നിന്നും അല്ലെങ്കിൽ ഈ ലോൺ എല്ലാം അടച്ചു തീർത്ത് മാത്രം വേറൊരു വ്യക്തിക്ക് ഈ വാഹനം കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അന്നേരം തന്നെ ഫിനാൻസ് തീരുകയാണ്. പിന്നെ നമ്മൾ സെക്കൻഡ് എടുക്കുന്ന വാഹനം അഥവാ പുതിയത് രണ്ടാമത് പിന്നെ എടുക്കാൻ പോകുന്ന ഒരു വാഹനത്തിന് ഫിനാൻസ് ഇടണമെന്നുണ്ടെങ്കിൽ അത് അടുത്ത ഫിനാൻസ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് പിന്നെ ഇതും അതുമായിട്ട് ഒരു കാരണവശാലും ബാധിക്കത്തില്ല. ഇനി ഞാൻ എൻ്റെ വാഹനം അല്ലെങ്കിൽ താങ്കളുടെ വാഹനം വേറൊരാൾക്ക് വിറ്റു. പക്ഷെ അതിൽ ഹൈപ്പോത്തിക്കേഷൻ മാറ്റിയില്ലെങ്കിൽ താങ്കൾക്ക് തന്നെയാണ് പണി വരുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മേടിച്ചുകൊണ്ട് പോകുന്നയാൾ പൈസ തന്നു കാണും. നമ്മുടെ ഹൈപ്പോത്തിക്കേഷൻ മാറിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് പേര് മാറ്റാനും പറ്റത്തില്ല. നാളെ ഇതൊരു വലിയ ബുദ്ധിമുട്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു വാഹനം വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ഹൈപ്പോത്തിക്കേഷൻ എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഈ വാഹനത്തിന് വേറെ ബാധ്യതകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം വാഹനം എടുക്കാനും വിൽക്കാനും ശ്രമിക്കുക. അടുത്തതിലോട്ട്, ഓട്ടോമാറ്റിക് വണ്ടികൾ മാനുവൽ വണ്ടികളുടെ മൈലേജ് കിട്ടില്ല. ഓക്കെ, ഒരു കാരണവശാലും ഓട്ടോമാറ്റിക് വണ്ടിക്ക് മാനുവലിൻ്റെ മൈലേജ് കിട്ടില്ല, സത്യമാണ്. പക്ഷേ
ഒരു AMT അഥവാ AGS വാഹനം, ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷനോ അഥവാ ഓട്ടോ ഗിയർ ഷിഫ്റ്റ് ഉള്ള വാഹനത്തിന് ഉറപ്പായിട്ടും കിട്ടും. കാരണം അതൊരു മാനുവൽ വാഹനം തന്നെയാണ്. ഗിയർ ഷിഫ്റ്റിംഗ് ഒരു യൂണിറ്റ് യൂസ് ചെയ്ത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിനൊരു ഓട്ടോമാറ്റിക് വാഹനം എന്ന് അറിയപ്പെടുന്നു, അഥവാ ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് അറിയപ്പെടുന്നു. അതുകൊണ്ട് മാനുവലിന് കിട്ടുന്ന മൈലേജിനെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പോയിന്റ് കൂടുതൽ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. വളരെ കൃത്യമായിട്ട് വാഹനത്തിൻ്റെ ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളതുകൊണ്ടാണ് അതിന് മൈലേജ് കൂടുതൽ കിട്ടാനുള്ള ചാൻസസ്. ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ ചെയ്തൊരു വീഡിയോയ്ക്ക് വന്നൊരു കമൻറ്റാണ്. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് കമന്റ് ബോക്സിൽ നിന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ കുറച്ചേറെ ലെങ്തി ആയിരിക്കും, അതായത് ഒരുപാട് കമൻസ് ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. ഏതായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.